കണ്ണൂർ മാടായിപ്പാറയിൽ ഫലസ്തീനി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച കുട്ടികൾക്കെതിരെ കേസ്. അതായത് 30ഓളം കണ്ടാലറിയുന്ന പെൺകുട്ടികൾക്കെതിരെയാണ് കേസ്. GIO പ്രവർത്തകരാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സംസ്ഥാന സർക്കാർ ശരിക്കും സംഘപരിവാറിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്നതാണോ? അല്ല, കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്. കാരണം ഇവർ നായ്ക്ക് 40 വട്ടം ഇസ്രായേലി വിഷയത്തിലൊക്കെ അഭിപ്രായം പറയുമ്പോൾ പിണറായി വിജയനാകട്ടെ, MA ബേബി ആകട്ടെ, ഇവരൊക്കെ ഫലസ്തീനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഭയങ്കര സ്റ്റേറ്റ്മെന്റും ഫലസ്തീന് പോരാടുകയാണ് എന്നൊക്കെ പറയുമ്പം ഇവരുടെ മനസ്സിലിരിപ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇവർ രാഷ്ട്രീയത്തിന് വേണ്ടി ഇവർ എന്തും ചെയ്യും. അതായത് സംഘപരിവാറിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടും ഇവർ എന്തും ചെയ്യും എന്നുള്ള രീതിയിൽ. കാരണം ഇവർ നേർക്ക് നേരെ ഇവർ മതേതരത്വം പറയുന്നുണ്ട്, പക്ഷെ വർഗീയതക്ക് വേണ്ടിയിട്ട് ഇട്ടിൻ തോലണിഞ്ഞ ചെന്നായയുടെ യഥാർത്ഥ സ്വഭാവമാണ് CPM സർക്കാർ ഇപ്പം വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ വരും ദിനങ്ങളിൽ. കാരണം നിങ്ങൾക്കറിയാം, വെള്ളാപ്പള്ളി നടേശനെ ഗുരുവായി പ്രഖ്യാപിച്ചുകൊണ്ടും പിണറായി വിജയൻ ഒരു പ്രസ്താവന ഇറക്കി. നമ്മൾ മനസ്സിലാക്കണം, വെള്ളാപ്പള്ളി നടത്തിയ പ്രസ്താവനകൾ, മലപ്പുറത്തിനെതിരെ നടത്തിയ വർഗീയപരമായ പ്രസ്താവനകൾ, അത്രയും തരംതാണ ഒരു രീതിയിലേക്ക് അയാൾ പ്രസ്താവന ഇറക്കിയിട്ട് പോലും അയാൾ ഗുരുവാണെന്ന് പറയാനും, അതേപോലെ നായ്ക്ക് 40 വട്ടം ഫലസ്തീനെ അനുകൂലിച്ചും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും ഇങ്ങനെ പ്രസ്താവനകൾ ഇറക്കിയിട്ട് ലാസ്റ്റ് ഫലസ്തീൻ അനുകൂല പ്രകടനം നടത്തിയപ്പോൾ കണ്ണൂർ മാടായിപ്പാറയിൽ ദേവസ്വം ഭൂമിയാണ്, ഡിസ്പ്യൂട്ട് നടക്കുന്ന ഒരു ഏരിയയാണ്, പക്ഷേ അവിടെ കേസ് രജിസ്റ്റർ ചെയ്തത് മതസ്പർദ്ധ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പം മനസ്സിലാക്കേണ്ടത്, ഫലസ്തീനി പ്രകടനം നടത്തുമ്പോൾ എങ്ങനെയാണ് മതസ്പർദ്ധ ഉണ്ടാകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ രാജ്യത്താകമാനം മതമില്ലാത്തവനും മതമുള്ളവനും എല്ലാവരും ഇസ്രായേലിയുടെ നരഹത്യയെ കുറിച്ചും ഇസ്രായേലിന്റെ വേട്ടയാടലുകൾ കൃത്യമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. ഇസ്രായേൽ നടത്തുന്ന നരനായാട്ടിനെതിരെ കൃത്യമായിട്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ മൃഗീയമായി കൊല്ലുന്നതിനെ പറ്റിയിട്ട് ലോകം മൊത്തം പ്രതിഷേധിക്കുകയാണ്. അപ്പോ ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോ ഇവിടെ എങ്ങനെയാണ് മതസ്പർദ്ധ വളരാൻ? ഇത് ആരുടെ താല്പര്യം സംരക്ഷിക്കാനാണ്? അത് കേസ് കൊടുത്ത ആൾക്ക് പേരൊന്നും കാര്യങ്ങളൊന്നുമില്ല, പരാതി ഒരു സംഘടനയിൽ ലഭിച്ചു. ആ സംഘടന പേരെന്താ? വ്യക്തമാക്കി പറ. RSS ആണോ? BJP ആണോ? വർഗീയ സംഘപരിവാർ ശക്തികളാണോ? വ്യക്തമാക്കണം. മുഹമ്മദ് ഫലാ സൈനിങ് ഓഫ്. ബൈ ബൈ.